അപ്പച്ചാ, അപ്പച്ചൻ എന്നാ എടുക്കുവാ? മോനെ അപ്പച്ചൻ പുസ്തകം വായിക്കുക. എന്താ മോനെ? ഞാൻ അപ്പച്ചനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ചോദിക്കൂ. എന്താ? അപ്പച്ചൻ ഒന്ന് കണ്ണടയ്ക്കോ? എന്തിന്? അപ്പച്ചൻ ഒന്ന് കണ്ണടച്ചേ. എന്തിനാന്ന് പറയൂ. അപ്പച്ചാ, മമ്മി പപ്പായോട് പറയുന്നത് ഞാൻ കേട്ടതാ, അപ്പച്ചന്റെ കണ്ണൊന്ന് അടഞ്ഞാലേ ഈ വീട്ടില് സമാധാനം ഉണ്ടാകത്തുള്ളൂ. അതെന്താ അപ്പച്ച അങ്ങനെ പറഞ്ഞ മമ്മി? മമ്മി അങ്ങനെ പറഞ്ഞു? ആ അപ്പച്ചാ, മമ്മി അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടതാ. മോനെ, മമ്മി എന്താ അങ്ങനെ പറഞ്ഞാന്നറിയാവോ? അപ്പച്ചൻ ഇപ്പോൾ ഈ വീടിന് ഒരു അധികപ്പറ്റായിട്ടുണ്ടാവും. അതാണ് മമ്മി അങ്ങനെ പറയാൻ കാരണം. അപ്പച്ചനാണല്ലോ എല്ലാവർക്കും അധികപ്പറ്റായിരിക്കുന്നത്. നിങ്ങളുടെ അമ്മച്ചി അധികപ്പറ്റായിരുന്നു. അമ്മച്ചിയെ ദൈവം നേരത്തെ വിളിച്ചു. അപ്പച്ചൻ ഒറ്റയ്ക്കായതുകൊണ്ട് അപ്പച്ചനാണ് എല്ലാവർക്കും ഇപ്പോൾ അധികമായിരിക്കുന്നത്. എൻ്റെ മോനൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും അപ്പച്ചനോട് പറയുന്നത് പോലെ പറയുവാനായിട്ട് ഇടവരും. ഇന്ന് കേരളത്തിൽ വൃദ്ധസദനങ്ങളൊക്കെ കൂടുന്നതിൻ്റെ കാരണം എൻ്റെ മോനെ ഇതൊക്കെയാണ്. എത്രയോ ഇടത്താണ് മാതാപിതാക്കളെ മക്കൾ നോക്കാതിരിക്കുന്നത്. മോനെ, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും, നിന്റെ മമ്മി അനുഭവിക്കുന്ന നന്മകളും സൗഭാഗ്യങ്ങളും എല്ലാം നിന്റെ പപ്പയെ കിട്ടിയതുകൊണ്ട്. നിന്റെ പപ്പ പഠിച്ച് ഇത്രയും ഉയരത്തിലാകുവാൻ, ഇത്രയും ഉന്നതിയിലെത്തുവാൻ, ഇത്രയും സമ്പന്നനാകുവാൻ എല്ലാം കാരണം ഈ അപ്പച്ചൻ്റെ കഷ്ടതയുണ്ട്. അതിൻ്റെ പിന്നിൽ അപ്പച്ചൻ്റെ വിയർപ്പുണ്ട്. അതുകൊണ്ട് മോൻ ഒരിക്കലും കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും വിഷമിപ്പിക്കരുത്. അതവർക്ക് ഒരുപക്ഷെ താങ്ങാൻ പറ്റിയെന്നിരിക്കത്തില്ല. അതുകൊണ്ട് സ്നേഹിക്കുക, മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാം സ്നേഹിക്കുക. ഓക്കെ.